എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയും ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മിത്ര ആര്യനോട് പറഞ്ഞു, വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആര്യൻ ചോദിച്ചു, അതെന്താ മിത്ര എങ്ങനെ ഒരു ഉപമാനം ചോദിക്കുക. അല്ല, ഇവിടെ ഉണ്ണുന്ന ഞാനാണ്, വിളമ്പുന്നവന് ആര്യനും. കാരണം എനിക്ക് വേണ്ടിയിട്ട് ആര്യം കിടന്ന് ഇമാതിരി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കണ്ടിരുന്ന് അടിക്കാനായിട്ട് പറ്റുമോ? ആരിന്റെ സന്തോഷങ്ങളൊന്നും ഇല്ലാതാക്കിയിട്ടാണ് ആരിനിപ്പോ എനിക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഒരു കളിച്ചിരിയില്ല, ഒരു തമാശകളില്ല, ഒരു നേരം പോക്കൊന്നുമില്ല. എപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് അധ്വാനിക്കുക. അപ്പൊ അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആരിനും വേണ്ടേ, ഇച്ചിരി അടിച്ചുപൊളിയൊക്കെ വേണ്ടേ. ഈ കല്യാണത്തിന്റെ സമയത്ത് ആരിന് അതിന് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ 2 ദിവസം ലീവ് എടുത്ത് ഈ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന്. കല്യാണത്തിന്റെ സമയത്ത് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറയാം. ഇത് കേട്ടപ്പം ആര്യ പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. അതുപോലെ തന്നെയല്ലേ നീയും. നീ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ കൂടെ കൂടിയതിന് ശേഷം സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ സന്തോഷം നീ കെടുത്തി കളഞ്ഞിരിക്കുമല്ലേ. അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കാം എന്നും പറഞ്ഞൊരു മിത്രയുടെ കൈയെടുത്തങ്ങോട്ട് പിടിക്കുകയാണ്. കൈയെടുത്ത് ചേർത്ത് പിടിച്ചിട്ട് കണ്ണി നോക്കുകയാണ്. അവർക്ക് തമ്മിൽ മനസ്സിലായി അവരുടെ ഉള്ളിലെ ആ സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതെന്ന്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രണ്ടുപേരും നേർക്ക് നേരെ നോക്കി അടിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. രണ്ടുപേരുടെ ആ കണ്ണിലുള്ള നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മിത്രയ്ക്കാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ തോന്നി. ആരിനെ തന്നെ ഇഷ്ടമാണെന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് രാജശ്രീ അലോക് വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താടാ അലോകെ? അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ രാജശ്രീ ഞെട്ടിപ്പോയി. മുറിക്കകത്ത് മിഥുനെ കൂടാതെ വേറെ 2-3-4 ചെറുപ്പക്കാരും കൂടെ. ഇവരൊക്കെ ആരാ? ഇവരെങ്ങനെ മുറി കയറിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, ഞങ്ങൾക്ക് മുറി കയറാനാണ് ആന്റി ബുദ്ധിമുട്ട്. ഞങ്ങള് ബാൽക്കണ്ടി കോവണി വഴി ഇങ്ങോട്ടേക്ക് കയറി വന്നു. അതൊന്നും ഓർത്ത് ആന്റി വിഷമിക്കണ്ടെന്ന് പറയാ. അല്ല, ഇവരെല്ലാരും കൂടെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടത് അലോക് പറഞ്ഞു, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടില്ലേ അമ്മേ, ആ ശ്രീദേവിയുടെ കാര്യത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നാന്ന് പറയണ. അല്ല, അതിന് ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അമ്മേ, ഇന്ന് മെഹന്തി അല്ലേ നടക്കണേ. ഇന്നും മെഹന്തിയാ. ഇന്ന് വൈകുന്നേരം അവരെല്ലാം സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. അവിടെ അടുത്ത റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടേക്ക് ഇവരങ്ങോട്ടേക്ക് ചെല്ലും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. രാത്രി ശ്രീദേവിനെ അവിടുന്ന് കടത്തും. ശ്രീദേവിയുടെ മുറിയിൽ നിന്ന് രാത്രി ശ്രീദേവിനെ കടത്തി ഇവന്മാരെ കൊണ്ടുപോകും. പിന്നീട് മിഥുൻ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാർ പെണ്ണിനെ അന്വേഷിച്ച് ചെയ്യുമ്പോൾ പെണ്ണിനെ കാണത്തില്ല. പെണ്ണ് ആരുടെയും കൂടെ ഒളിച്ചോടിന്ന് വിചാരിച്ചോളൂ. അല്ല, ഇവരാ പെണ്ണിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ നിൽക്കും. അത് ഇവരുടെ ഇഷ്ടം പോലെ എന്താന്ന് ചെയ്തോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കല്യാണം മുടങ്ങിയാൽ പോരെ നിൽക്കും. രാജശ്രീ പറഞ്ഞു, അത് മതി, അതൊരു നല്ല കാര്യമാണെന്ന് പറയണം. ശരി ശരി, അന്ന് ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഞാൻ ഇവിടെ അധിക സമയം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ളവരോർക്കും ഞാൻ മുകളിൽ എന്താ പരിപാടിയെന്ന്. ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രാജശ്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, അന്നാ ഇവരിന്ന് ഇവിടെ സ്റ്റേ ചെയ്യട്ടെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, വേണ്ട. അതെന്താ? ഇവർക്ക് പണിയുണ്ടെന്ന് പറയണം. എന്റെ പ്ലാൻ ബി എന്താന്ന് വെച്ചാൽ ഇവർക്കുള്ള കേക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടും. ഇവരുടെ കയ്യിലൊരു കേക്ക് കൊടുത്തുവിടും. ആ കേക്കാണ് അവിടെ നിന്ന് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് മെഹന്തിയുടെ സമയത്ത്. ആ കേക്കിനകത്ത് ഞാൻ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിറയ്ക്കണം. ഇന്ന് എത്ര പേര് ബലിയാടാവുന്നു നമുക്ക് കണ്ടറിയാന്നൊക്കെ പറയണം. പിന്നീട് അലോക് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ബ്യൂട്ടീഷ്യൻ, അതായത് ശ്രീദേവിനെ ഒരുക്കണമല്ലോ. മെഹന്തിയൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ അങ്ങോട്ട് റിസോർട്ടിലേക്ക് പോവാണ്. ഈ സമയത്താണ് ആ വണ്ടി തടഞ്ഞുകൊണ്ട് വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ജീന എന്ന് പറയുന്ന പെണ്ണുങ്ങോട് ഇറങ്ങുവാണ്. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല, മേക്കപ്പ് സ്റ്റുഡിയോയിലെ ബ്യൂട്ടീഷ്യൻ അല്ലേ ശ്രീദേവിനെ ഒരുക്കാൻ വന്നേ? അതെ, ഇങ്ങോട്ട് നിങ്ങളൊന്ന് ഇറങ്ങാൻ പറയണം. എന്തിനാ ഞാനിപ്പോ ഇറങ്ങണേ? ഇങ്ങോട്ട് ഇറങ്ങി പറയാ. ഞാൻ ഈ വണ്ടിക്ക് പൊയ്ക്കോളാന്നറിയാം. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ എന്ന് പറഞ്ഞാണ്ട് അവരെ അങ്ങോട്ട് പിടിച്ചിറക്കുവാണ്. പിടിച്ചിറക്കി വേറൊരു വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റി വിടുവാണ്. എന്നെ വിടാനും പറഞ്ഞൊരു കുതിർന്നുണ്ട്. പക്ഷെ 2-3-4 പേര് ചേർന്ന് പിടിച്ചിട്ട് വിടുന്നേ ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, നിന്നെ വിടും, പക്ഷേങ്കിൽ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിടുള്ളൂ. തൽക്കാലത്തേക്ക് നിന്നെ ഒരിടത്തേക്കും വിടുന്നില്ലെന്ന് പറയാണ്. പിന്നീട് ആ ജീന എന്ന് പറയുന്ന സ്ത്രീയെ അവരാ കാറിലേക്ക് കയറുവാണ്. ഇനി കാർ എടുത്തോളം പറയാ. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ തന്നതിന്റെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് നന്ദിയും പറയാണ്. അപ്പൊ കല്യാണം മുടക്കാനായിട്ട് പോകുന്ന പെണ്ണാണ് ഈ ജീന എന്ന് പറയുന്ന ആള്. അവളാണ് ഇനി അവിടെ പോയി പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ സമയം ഇതൊന്നും ബാലനും കുടുംബം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സേതുവും പല്ലവിയും ഒക്കെ ഓടിച്ചോർത്തി ഭയങ്കര അലങ്കാരത്തിന്റെ സമയത്തായിരുന്നു.
കാരണം അവർ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ സേതുവിന് ഓരോ കാര്യത്തിന് പല്ലവി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ അവരാണല്ലോ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നീട് പല്ലവി പറഞ്ഞു, അത് നോക്ക് സേതുവേട്ടാ, ഇത് നോക്കെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓടി നടന്ന് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് അവരുടെ ഇവന്റ് മാനേജ്മെന്റ് അനൗൺസ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയുണ്ട്. അവരും കൂടെ വന്നു. പിന്നെ അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം, ഒരിടത്ത് ഒരു കുറവും വരില്ലെന്ന് പറയണം. ഏയ്, ഒരിടത്ത് എന്ത് കുറവ് വരാനായിട്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരും എല്ലോടെ ഓടി നടക്കുവാണ്. ആ സമയത്ത് ബാലനും ഗോമതിയും അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സേതുവും പല്ലവിയും ചെല്ലുവാണ്. പിന്നീട് പല്ലവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ബാലേട്ടൻ, ഇത് ബാലേട്ടന്റെ ഭാര്യ ഗോമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് പല്ലവിനെ പരിചയപ്പെടുത്തുക. ബാലൻ പറഞ്ഞു, കുറച്ച് ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി, വഴിയിൽ വെച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ലേറ്റ് ആയിട്ടൊന്നുമില്ല, കൃത്യസമയത്ത് തന്നെ ബാലേട്ടൻ വന്നേന്ന് പറയാം, അന്ന് കയറി വരാൻ പറയണം. അങ്ങനെ എല്ലാരും കൂടെ ആനയിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടേ അങ്ങോട്ട് ഇരുത്തുവാണ്. അവിടുത്തെ സെറ്റപ്പൊക്കെ ബാലനും കൂട്ടർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഉദയഭാനു ശ്രീദേവി അവരങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരെയും കൊണ്ടേ ഇരുത്തുവാണ്. ഉദയഭാനു ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീകൾ ചുറ്റും ഒന്ന് നോക്കുവാണ്. എന്നിട്ട് ഉദയഭാനു പറഞ്ഞു, കൊള്ളാലോ ഉദയാട്ട, ഇവിടുത്തെ സെറ്റപ്പൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ അങ്ങനെയല്ലേ സ്ത്രീകളെ വരുവുള്ളെന്ന് പറയാണ്. പിന്നീട് ധർമ്മൻ എന്ത് ചെയ്യുക, ധർമ്മൻ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് ജ്യൂസുമായിട്ട് ഇവന്റ് മാനേജ്മെന്റിന്റെ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നേ. അവരെ കണ്ട ഉടനെ ഇങ്ങനെ ധർമ്മനൊന്ന് നോക്കി. ധർമ്മന് മുഖത്തൊന്ന് കണ്ണെടുക്കാനേ പറ്റിയില്ല. പിന്നീട് ജ്യൂസ് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, സാർ ജ്യൂസ് എടുക്കാൻ പറയണം. ധർമ്മൻ ജ്യൂസ് എടുത്തു. ജ്യൂസ് എടുത്തിട്ട് കുടിക്ക് സാർ എന്ന് പറയണം. കുടിക്കാൻ സമയത്ത് ധർമ്മന്റെ കൈ പറിച്ച് ജ്യൂസ് എല്ലാം മേത്തോടെ വീഴുവാണ്. അയ്യോ സാർ, ജ്യൂസ് എന്ന് പറയണം. ആ ജ്യൂസ് ഞാൻ കുടിക്കുന്നുണ്ടെന്ന് പറയാം. അല്ല, സാറിന്റെ ദേഹത്ത് വീഴുന്നുണ്ടെന്ന് പറയാം. അയ്യോ, ദേഹത്ത് വീണോ? കല്യാണത്തിന് ഇടാനുള്ള ഷർട്ടാ, ദൈവമേ, ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ തൂത്ത് കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, സാർ ഞാൻ തൂത്തരാന്ന് പറയണ. വേണ്ട, അല്ല സാർ വാ, ഞാൻ തൂത്തരാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഇരിക്കാൻ പറയാണ്. എന്നിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് ദേഹത്ത് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുകയാണ്. ഈ സമയമെല്ലാം ധർമ്മന് അവളുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് ധർമ്മ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ കുട്ടിയെന്ന് ചോദിക്കുക. എന്ത് കാര്യ? അല്ല, കുട്ടിയുടെ മാരേജ് കഴിഞ്ഞാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും അവള് ചോദിച്ചു, അല്ല സാറിന്റെ മാരേജ് കഴിഞ്ഞാണെന്ന് ചോദിക്കും. ഇല്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ മാരേജ് കഴിഞ്ഞാന്ന് പറയണം. ഇനിയിപ്പോൾ സാറിന്റെ മാരേജ് കഴിഞ്ഞാന്ന് പറയുമെങ്കിൽ എൻ്റെ മാരേജ് കഴിഞ്ഞില്ല എന്ന് പറയും. ഓഹോ, ഇപ്പം മനസ്സിലായി എനിക്ക് ട്രിക്ക് എന്താന്ന്. ഞാൻ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കണം. എൻ്റെ സാറേ, കുടുംബത്തിൽ ഇഷ്ടം പോലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ധർമ്മനു എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. കാരണം തനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടീനെ. അവള് നല്ലൊരു കുട്ടിയാണല്ലോ എന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ സമയം ഓഡിറ്റോറിയത്തിലേക്ക് അവള് കയറി വരുവാണ്. ജീന കയറി വന്നു കഴിയുമ്പത്തേനും ഇവിടുന്ന് ഇവന്റ് മാനേജർ ആ പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. കണ്ടു ചാരാൻ മനസ്സിലായില്ലെന്ന് പറയണം. അല്ല, ഞാനിവിടെ മേക്കപ്പ് സ്റ്റുഡിയോന്ന് വരുന്ന, എൻ്റെ പേര് ജീന എന്ന് പറയും. ജീന നല്ല രജനി എന്ന് പറയുന്നൊരു ചേച്ചിനെ അയക്കൂന്നുള്ള പറഞ്ഞു. ഓ, അവർക്ക് പെട്ടെന്നൊരു വൈറൽ ഫീവർ വരാൻ സാധിച്ചില്ലെന്ന് പറയാം. ഓ, അങ്ങനെയാണോ? അല്ല, മുറിയാണെന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കൊണ്ടേ മുറി കാണിച്ചു തന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാന്ന് പറയണേ. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ജീനയുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവന്റ് മാനേജ്മെന്റിന്റെ അല്ല, ജീനയല്ല, ഇവന്റ് മാനേജ്മെന്റ് പെൺകുട്ടിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ജീനയെ കുറിച്ച്. ഒരു പക്ഷേങ്കില് ഇനി അവര് എന്തെങ്കിലും അടവെടുത്ത് വന്നാണോ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ല, പക്ഷെ എന്തെന്നറിയത്തില്ലാത്തൊരു സംശയം അവളുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. പിന്നീട് ജീന നേരെ പോയത് ആ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കേക്ക് എടുത്തു. കേക്കിനകത്തേക്ക് വിഷം കുത്തി നിറച്ച് വെക്കുവാണ്. എന്നിട്ട് കേക്ക് കൊണ്ടേ അവിടെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുവാണ്. ഇനിയിപ്പോൾ കേക്ക് കെട്ടുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുവാണ്. ഇതെല്ലാം കാഴ്ചകളെ കണ്ടുകൊണ്ട് പിന്നീട് പല്ലവി അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ നടക്കണം. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബാലന്റെ കൂട്ടരും ഉദയഭാന്റെ കൂട്ടരും ആദ്യം ആനന്ദിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നീടാണ് ശ്രീദേവിനെ ക്ഷണിക്കുന്നത്. രണ്ടുപേരും കൂടെ മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, രണ്ടുപേർക്കും വിവാഹ ആശംസകളൊക്കെ അഡ്വാൻസ്ഡായിട്ട് നേരുന്നു എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അവിടെ കേക്കിന്റെ അടുത്ത് നിൽക്കുന്ന ജീനയുടെ മനസ്സിലൊരു ലഡു വെട്ടുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ സംഗതികളൊക്കെ ഓക്കെ ആവും എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് പല്ലവി പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ കേക്ക് കെട്ടിയത്തിലേക്ക് പോകുകയെന്ന് പറയണം. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. കേക്ക് കെട്ടുന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും സംഭവിക്കായിരിക്കും. ആ കേക്ക് താഴെ പോവോ, എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.